ആനയെ പേടിച്ച് സ്വന്തം ഭൂമി വിട്ടുപോകേണ്ടി വന്ന കുടുംബങ്ങളുണ്ട് കുട്ടമ്പുഴ മണികണ്ഠൻ ചാലിൽ. ഉപജീവന മാർഗമായി കൃഷിയെല്ലാം ആന നശിപ്പിക്കുന്നു. ഇനി എന്ത് ചെയ്യും, എങ്ങോട്ടു പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മണികണ്ഠൻ ചാലിലെ മനുഷ്യർ. കഴിഞ്ഞ 10 വർഷം മുൻപ് വരെ വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതെ സമാധാനമായി ജീവിച്ച ആളുകളായിരുന്നു കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാലിലെ മനുഷ്യർ. ഇവിടെ 80-ലധികം വരുന്ന കുടുംബങ്ങൾ വർഷങ്ങളായി താമസിച്ച് കൃഷി ചെയ്ത് വന്നിരുന്നു. എന്നാൽ ഇന്ന് ആനയും മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാതെ സ്വന്തം ഭൂമി വിട്ട് മാറി താമസിക്കുകയാണിവർ. ആനശല്യം വർദ്ധിച്ചതോടെ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പട്ടി കുരയ്ക്കുമ്പോഴാണ് ആന അടുത്തുള്ള വിവരം വീട്ടുകാർ അറിയുന്നത് പോലും. രാത്രി ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ ആനശല്യം കാരണം വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല. അയൽവാസിയായ ആളുകൾക്ക് വിളിച്ച് കൂട്ടം കൂടി അങ്ങനെ ടോർച്ച് അടിച്ച് ഒച്ചപ്പാടൊക്കെ പാട്ട കുട്ടിയൊക്കെ ഞങ്ങൾ അതിനെ ഓടിച്ച് കാരോട്ട് കയറ്റി വിടും. അങ്ങനെ കാട്ടോട്ട് പോകും. വീണ്ടും 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വരും. അങ്ങനെയായി വാഴ കുറച്ച് റബ്ബർ വെട്ടാൻ പാടുന്നത്. റബ്ബർ വെട്ടാൻ പോകുന്ന ആൾക്കാർ ഇപ്പോൾ നേരത്തെ പോയി കൊണ്ട് 4 മണിക്കും 3 മണിക്കും വെട്ടാൻ പോകുന്ന ആൾക്കാരായിരുന്നു. ഇപ്പം അത് രാവിലെ 8 മണി 8:30 നമ്മൾ പോകണത്. ഒരു കൃഷിയും ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തോട്ടത്തിൽ പാലെടുക്കാൻ ചെല്ലുമ്പോൾ 6 കാട്ടുപോത്ത് ഒരു കുഞ്ഞുണ്ട്. ഇവിടുന്ന് ഒരു 30 മീറ്റർ അകലമുള്ളൂ. അത്ര ഇതാണ് സംഭവം. ആന ഇപ്പം എന്നാ വെച്ചാൽ റബ്ബറൊക്കെ വന്ന് ചാരി മുടിക്കുകയാണ്. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര പ്രാവശ്യം പടക്കം പൊട്ടിച്ചാലും ഇപ്പം നേരത്തെ പടക്കം പൊട്ടിച്ചാൽ കൂടുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും പോകില്ല. ഇപ്പോൾ ഇതിങ്ങനെ രാത്രിയിലെ ആളുകളെല്ലാം ഇങ്ങനെ ആണുങ്ങളെല്ലാം രാത്രിയിൽ ഇങ്ങനെ ഉറക്കളച്ചിങ്ങനെ ഇതിന് പുറകെ നടക്കുക. ഒരു ദിവസം ഒരു മാസത്തിൽ 30 ദിവസമുള്ളതിൽ 25 ദിവസവും ആനയുടെ ശല്യമുണ്ട്. പേടിയൊന്നുമില്ല, ഒരു കാരണവശാലും പേടിയില്ല. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ആന ചവിട്ടി കൊല്ലുമെന്ന് ഉറപ്പായിട്ട് തന്നെ ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. പേടിച്ച് ആ പേടി പിന്നീട് വെറുമൊരു മരവിപ്പ് മാത്രമായി അവശേഷിക്കുകയാണ് ഈ മനുഷ്യരുടെ ഉള്ളിൽ. സ്വന്തം ഭൂമി വിട്ട് ആനയെ പേടിച്ച് മണികണ്ഠൻ ചാലിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുകയാണിവർ. വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.